സമകാലീനമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട പല കവികളും അവരുടെ ഒപ്പം തന്നെ ഒരുപാട് കവികൾ കേരളത്തിലൊരു വലിയൊരു കവികളുടെ ഒരു വലിയൊരു വിഭാഗമുണ്ട്. ഒരുപാട് കവികളുള്ള സ്ഥലമാണ്. അവരിൽ നിന്നൊരു വലിയ ശക്തമായ ഒരു വികാരം ഉണ്ടെന്ന് വന്നത് വേടൻ്റെത് കവിതയായിട്ട് ബന്ധപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു സങ്കല്പം ഉണ്ടാക്കുകയും അത് ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള ആശയങ്ങളും ഉണ്ട്. എന്തായാലും ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കാണേണ്ടത് കാര്യം കവിതയാണോ അല്ലയോ എന്നത് തന്നെ ഒരു അനാവശ്യ ചർച്ചയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു അവരെങ്കിലും കവിതയായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം തന്നെ റിതം ആൻഡ് പോയട്രി എന്നാണ്. അപ്പം പോയട്രി, റിതം ആൻഡ് സ്റ്റേജ് ഡെലിവറി, ഈ 3 കാര്യങ്ങൾ കൂടുന്നതാണ് റാപ്പ് എന്ന് പറയുന്നത്. അത് അമേരിക്കയിലെ പ്രത്യേകിച്ച് കാലിഫോർണിയ പോലുള്ള പ്രദേശങ്ങളിലെ വളരെ തെരുവിലെ അനാഥ ജീവിതമുണ്ടായിരുന്ന ബ്ലാക്സ്, ലാറ്റിനോസ് അതുപോലത്തെ ആൾക്കാരിൽ നിന്നാണ് തുടക്കമിടുന്നെങ്കിലും അത് പല സമൂഹത്തിലെ വൈറ്റ്സ് അടക്കമുള്ളവർ റാപ്പ് സംഗീതജ്ഞരായി മാറിയിട്ടുണ്ട്. അത് 70കളിലാണ് അതിൻ്റെ തുടക്കമെങ്കിൽ പോലും അതിന് വിശാലമായ ഭൂമിക ജാസ് മ്യൂസിക്കിൻ്റെയും അതിനു മുമ്പുള്ള ഹിപ്പ് ഹോപ്പിൻ്റെയും അനേകം തരത്തിലുള്ള അമേരിക്കയിലെ ബ്ലാക്സിന് വലിയ സംഗീത പാരമ്പര്യമുള്ളവരാണ്. അവരുടെ നിലനിൽപ്പ് തന്നെ സാധ്യമായത് സംഗീതവും പോപ്പുലർ കൾച്ചറും കൂടെ സാധ്യമായപ്പോഴാണ്. അതുവരെ അവരെ പറ്റിയുള്ള അവരിപ്പം സംഗീതം, ഫാഷൻ ഒക്കെ നമുക്കറിയാൻ പറ്റും. പണ്ടെന്ന് പറഞ്ഞാൽ അവരൊരു വലിയ അദൃശ്യ വിഭാഗം, അവരൊരു ശത്രുതാ മനോഭാവമായിരുന്നെങ്കിൽ സംഗീതം അവരെ ഒരുപാട് വികസിപ്പിച്ചിട്ടുണ്ട്. ലോകോത്തരമായ സംഗീതജ്ഞർ ഒരുപാട് പേര് റാപ്പിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് വലിയ പിന്നീട് കലാകായിക പ്രവർത്തകരുണ്ടായിട്ടുണ്ട്. അതുപോലത്തെ കായിക രംഗത്തും കലാരംഗത്തുമുള്ള ഈ ബ്ലാക്സിൻ്റെ പ്രതിദാനങ്ങൾ അവരെ ആ ജനതയ്ക്ക് വളരെ വലിയൊരു മുതൽക്കൂട്ടായി മാറുകയും ആ ജനതയെ ലോകത്തിലെ ഒന്നായി നമ്മളെ ദൃശ്യവൽക്കരിക്കാൻ വലിയ പ്രാധാന്യം സംഗീതത്തിനുണ്ട്. കാഷ്യസ് ക്ലേ പോലെ അല്ലെങ്കിൽ മുഹമ്മദ് അലിയെ പോലുള്ള ആൾക്കാർ, വലിയ തരത്തിലുള്ള കായിക താരങ്ങളെല്ലാം അതിൽ നിന്ന് വന്ന് ഇപ്പോൾ സൗന്ദര്യ സ്ത്രീകൾ, സൗന്ദര്യത്തിലൊക്കെ ഉള്ള വളരെ സൗന്ദര്യ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന സ്ത്രീകൾ സിനിമയിൽ ഇങ്ങനെയൊക്കെ വലിയൊരു വിപുലമായ ജനമതയായി അവർ മാറിയതിൽ നല്ല പങ്ക് ഇതിലുണ്ട്. പക്ഷെ അതിലൊരു ഡിവിഷൻ അവർ സ്വയം വിശ്വസിക്കുന്നതും അവർ പറയുന്നതും റാപ്പ് എന്ന് പറയുന്ന ഒരു കവിത തന്നെ ആയിട്ടാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കവിതയാണോ അല്ലയോ എന്ന് നമ്മളിവിടെ വെച്ച് ഒരു ചർച്ച ചെയ്യുന്ന കാര്യമില്ല. കാരണം കവിത തന്നെയാണെന്ന് വിശ്വസിക്കേണ്ടി വരും. കാരണം അവർ അങ്ങനെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ചർച്ച വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, ഒന്ന്, ഇവിടെയുള്ള ആരും വേടൻ്റെ ഒരു ഉണർച്ച അല്ലെ വേടുണ്ടാക്കിയ ഉയർച്ച ഒരു നൈനിമിഷിക കാര്യമായിട്ടാണ് കാണുന്നത്. അതായത് ഇന്ന് വന്ന് നാളെ പോകും എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. അതായത് സ്ഥായിയായി നിലനിൽക്കുന്നത് ഇവിടെ നിലനിൽക്കുന്ന പാരമ്പര്യം അല്ല, സ്ഥായിയായ എന്തോ ഒരു ആർട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ടോ, ആ ആർട്ടിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനൊരു നൈമിഷിക ഉള്ളു. ഇന്ന് വന്ന് നാളെ പോകും. അത് ജാസി ഗിഫ്റ്റിൻ്റെ പാട്ട് വന്നപ്പോൾ പറഞ്ഞിരുന്ന കാര്യമാണ്, ഒരാഴ്ചയിൽ കൂടുതൽ അത് നിലനിൽക്കില്ല. അത് മുഖ്യധാരയിൽ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം പറഞ്ഞിരുന്നൊരു കാര്യം, മുഖ്യധാരയിൽ അത് നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം നമുക്ക് ശ്രുതിമധുരമായി മനുഷ്യനെ എല്ലാ കാലത്തും ആകർഷിച്ചിരുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. ആ പാട്ടുകളിൽ ഒരിക്കലും ഇത് പെടാത്ത കൊണ്ട് തന്നെ ഇത് കുറേ പേരെ ഇഷ്ടപ്പെടും, കുട്ടികൾക്ക്, യുവാക്കൾക്കും യുവതികൾക്കും ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞ് അവർ വലിച്ചെറിയും. എങ്കിലും സ്ഥായിയായ സംഗീതത്തിലേക്ക് നമ്മൾ നിൽക്കും എന്നുള്ളൊരു സങ്കല്പം. അത് തന്നെയാണ്, അതേ പാരമ്പര്യ ബോധം തന്നെയാണ് ഇത് കവിതയല്ലെന്ന് പറയുന്നവർക്കുള്ളത്. അവർ വിചാരിക്കുന്നത് കവിതയ്ക്ക് എന്തോ വലിയ ഒരു സ്വന്തം കവിതയുണ്ട്, ആ കവിതയ്ക്ക് ഒരു തുടർച്ചയുണ്ട്, അതിനൊരു അനസ്യൂതിയുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കവിതയാണോ അല്ലയോ എന്നുള്ളൊരു ചർച്ച വരുമ്പോഴത്തേന് ഒരുപാട് കവികൾ അതിലേക്ക് പെടുന്നത്. ഇപ്പോൾ ഒരാൾക്ക് അങ്ങനെ പറയാം, അല്ലാതെ ഒരു വ്യക്തി അഭിപ്രായത്തിനപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ അഭിപ്രായമായിട്ട് തന്നെ കവികൾ അത് ചിത്രീകരിക്കുന്നതിന് കാരണം കവിതയെപ്പറ്റിയുള്ള വരേണ്യവാദ ബോധം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കവിതയാണോ അല്ലയോ എന്നൊരു വ്യാഖ്യാനത്തിനകത്തല്ല ഇത് നിലനിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പലരും വിശ്വസിക്കുന്നത് പെട്ടെന്ന് കേരളത്തിൽ ഒരുപാട് സ്റ്റേജുകൾ കിട്ടി, ഒരുപാട് പേര് പുരസ്കാരങ്ങൾ കിട്ടുന്നു, ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്, കുട്ടികൾക്കിടയ്ക്ക് വലിയൊരു തരംഗമാണ് വേടൻ. ഈ തരംഗം പെട്ടെന്ന് തന്നെ അവസാനിക്കും, അതോടുകൂടി വേടനും ഉണ്ടാവില്ല, കവിതകളും ഉണ്ടാവില്ല എന്ന് വെറും തെറ്റിദ്ധാരണയാണ്. അതിൻ്റേതായ ഒരു ചരിത്രമുണ്ട്. അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. എല്ലാ ചരിത്രത്തിനും ഒപ്പം കൂട്ടാവുന്നൊരു ചരിത്രമല്ല ഉള്ളത്. അതിൻ്റെ റാപ്പിൻ്റേതായ ഒരു ചരിത്രമുള്ളതായിട്ട് കണക്കാക്കുമ്പോൾ റാപ്പിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് നമുക്കെന്നും വേണ്ടി വരും, നാളെയും വേണ്ടി വരും. ഇപ്പം ജാസി ഗിഫ്റ്റിൻ്റെ സംഗീതം 15 വർഷവും 20 വർഷമായിട്ടും പോയില്ല. കാരണം ആ സംഗീതധാര, അത് സംഗീതത്തിന് അതിൻ്റേതായ ഒരു ജീവിതമുണ്ട്.
അതുകൊണ്ടാണ്. മാത്രമല്ല വേടൻ്റെ വ്യക്തിപരമായി ഇപ്പം വേടന് കിട്ടുന്ന താല്പര്യങ്ങൾ ചിലപ്പം കുറഞ്ഞെങ്കിൽ പോലും എനിക്ക് തോന്നുന്ന ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്ന കാലത്തോളം ഇത് വളരെയധികം പ്രസക്തമായി നിലനിൽക്കും. അവനിപ്പം പലതരത്തിലുള്ള കുഴപ്പങ്ങൾ അവൻ തന്നെ പുറകോട്ട് പോയാൽ പോലും വളരെ ഡിജിറ്റൽ വേൾഡിൽ വളരെ സൂക്ഷ്മമായിട്ട് പ്രവർത്തിക്കുന്നതാണ് അവൻ്റെ കവിതകൾ. ഇപ്പം മോണോലോഗം എന്ന് പറഞ്ഞ കവിത അല്ലെങ്കിൽ പാട്ട് വരുമ്പോൾ അതിന് വിഷ്വൽ ഇല്ലാതെയാണ് വന്നിട്ടുള്ളത്. വിഷ്വൽ ഇല്ലാത്ത ആ പാട്ടിന് അല്ലെങ്കിൽ സ്റ്റേജ് ഡെലിവറൻസ് ഇല്ലാത്ത പാട്ട് വളരെ സൂക്ഷ്മമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. പിന്നെ ആദ്യത്തെ കാര്യം, ഇത് യൂത്തിനകത്ത് മാത്രമല്ല നിലനിൽക്കുന്നത്, പക്ഷേ യൂത്തിൻ്റെ ഉള്ളടക്കത്തിനകത്തോട്ട് മറിച്ച് വിവാദങ്ങളിലേക്കും കേസിലേക്കും വന്നപ്പോഴാണ് കേരളത്തിൽ ഒരു വലിയ വിഭാഗം ഇതുവരെയും കേൾക്കാത്ത ആൾക്കാർ വേടൻ്റെ പാട്ടുകൾ കേട്ടോടുകൂടി കുടുംബങ്ങളുടെ അകത്തും പ്രായമായവരും ഒക്കെ ആകർഷണീയമായ ഘടകങ്ങൾ അതിനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവർ കേരള സമൂഹത്തിലുണ്ടായിരുന്ന പലതരത്തിലുള്ള ആത്മബോധങ്ങളെ ആ പാട്ട് സ്പർശിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ചരിത്രം സൃഷ്ടിച്ച പാട്ടുകളാണ്. അത് അതിൻ്റെ ചരിത്രത്തിൽ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിലെ പാട്ട് ഗദ്യമായിട്ടോ അതുമായിട്ടല്ല ഇതിനെ ബന്ധപ്പെടുത്തുന്നത്. ഞാൻ 2 ദിവസം മുമ്പ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആയിട്ട് സംസാരിച്ചപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് വേടന് പിന്തുണ കൊടുത്ത ഒരാളാണ്. ഈ പിന്തുണ കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തുള്ളൽ കവിതകൾ ആയിട്ട് ഈ ഒരു പാട്ടിനെ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. ഇല്ല 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 വേടൻ ഇല്ല കഥ പറയില്ല ഊരുകെട്ടവൻ ഭരിച്ചാൽ, അങ്ങനെ പറഞ്ഞൊരു കാട്ടുണ്ടല്ലോ, ഭയങ്കര മഹത്തായൊരു കാട്ടാണ്. പക്ഷെ അത് തുള്ളലുമായിട്ടാണ് വേണമെങ്കിൽ ബന്ധമുണ്ട്. പക്ഷെ തുള്ളലിനും അപ്പുറം കേരളത്തിലൊരു നാടോടി വഴക്കുമായിട്ടും കൂടി തന്നെ പാട്ടുണ്ട്. ഒരു അബോധം, അതായത് നമ്മുടെ അബോധം നമ്മുടെ കൾച്ചറലായിട്ട് ഒരു സമൂഹത്തിൻ്റെ അബോധവുമായിട്ട് ബന്ധപ്പെടുന്നതാണ് വേടൻ്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഷാശുദ്ധിയോ അതുപോലെ ഭാഷാപരതോ മാത്രമല്ല നോക്കേണ്ടത്. ദ്രാവിഡം എന്ന് പറയുന്നൊരു സാംസ്കാരിക ബോധം നമുക്ക് നിലനിൽക്കുന്നുണ്ട്. സവർണ കൾച്ചർ, അതായത് വൈജ്ഞാനിക ഈ സനാതനധർമ്മത്തിൻ്റെയും വേദോപഹാസ്യങ്ങളെയും സവർണ ദൈവങ്ങളുമൊക്കെ ഉണ്ടാക്കിയ വലിയൊരു കൾച്ചറലായിട്ടുള്ള ഒരു അബോധമാണ് നമുക്കുള്ളത്. അല്ലെ അത് മാത്രമാണുള്ളത് എന്ന് പറയപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പം രാമനും കൃഷ്ണനും മഹാഭാരതവും രാമായണവും വേദവും ഒക്കെ ഇപ്പം കുമാരനാശൻ്റെ കവിതകളിൽ നോക്കുമ്പോഴത്തേന് അപര സ്വഭാവമുള്ള ആൾക്കാർ, വേടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ അവരെല്ലാം ഒരുതരം മൃഗവൽക്കരിച്ചുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ചരിത്രത്തിൽ നിന്ന് കൂട്ടി അദ്ദേഹം ചേർക്കുന്നത് ഹൈന്ദവമായ കാര്യങ്ങളെയാണ്. അതായത് ഇപ്പം വീണപൂ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിത, അല്ലെങ്കിൽ സിംഹപ്രസംഗം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇതുവരെയായിട്ട് അത് വിമർശിക്കാത്ത കൃതികളിൽ പോലും വേദകാലഘട്ടത്തെ പറ്റിയും ഇനി വരാൻ പോകുന്ന കാലഘട്ടം വേദോപനിഷത്തുകളിലൊക്കെ ഉത്ഭവിച്ച ഒരു സുവർണ കാലഘട്ടമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇപ്പം ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന കൃതി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുരാവനകാരികൾ ഏറ്റവും കൊണ്ടാടിയ കൃതിയാണ്. ആർക്കും വിമർശിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് സ്ത്രീ വിമോചനം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അടുത്ത കാലം വരെയും നമ്മുടെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് സ്ത്രീ വിമോചനകരമല്ല. സ്ത്രീകളെ വീണ്ടും ഈ പറഞ്ഞ പോലെ വേദപാരമ്പര്യത്തിലേക്കും ശുദ്ധി എന്ന രീതിയിൽ വേദപാരമ്പര്യം തന്നെയാണ് പറയുന്നത്. അതിനർത്ഥം ഹൈന്ദവമായിട്ടുള്ള ഒരു സാംസ്കാരിക അബോധമാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നതും നമ്മുടെ കലാകാരന്മാരും കലാകാരികളും ഒക്കെ 90% എഴുതുന്നത്. അതിനകത്തൊരു മാറ്റം വരുത്താൻ ഈ ദലിത് കവികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ച് ജോസഫും എം പി മനോജും രേണുകുമാറും ഇപ്പോഴത്തെ ഒരുപാട് പേര്, ഇപ്പോഴുള്ള പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് ദലിതേതരമായ ഒരുപാട് കവികൾ ഹൈന്ദവമായ സാംസ്കാരിക അബോധത്തെ ബോധപൂർവ്വം അബോധപൂർവമായി റിജക്റ്റ് ചെയ്തുകൊണ്ട് സാമാന്യവൽക്കരണങ്ങളിലേക്കും ചെറു ചരിത്രങ്ങളിലേക്കും ചെറു ജീവിതങ്ങളിലേക്കും വന്നുകൊണ്ടുള്ളൂ. വേടൻ്റെ കവിതയിലും അടിസ്ഥാനപരമായിട്ടൊരു കൾച്ചറലായിട്ടുള്ള ഒരു തലമുണ്ട്. ആ കൾച്ചറൽ എന്ന് പറയുന്നത് 2 തലമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് പുതിയ 10-30 വർഷമായിട്ട് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതാണ്, 10-35 വർഷമായിട്ട് ഇവിടെ നിലനിൽക്കുന്നൊരു ദലിതർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതുതരത്തിലുള്ള പൊളിച്ചെഴുത്തുകളുടെ ഒരു ലാംഗ്വേജ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു ഭാഷണപരത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് 35 ഒരുപാട് പേരാണ്, വ്യക്തികളെ അത് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്, ഒരുപാട് മൂവ്മെൻറ്റുകളുണ്ട്, ഒരുപാട് പ്രസംഗികരുണ്ട്, കലാസാഹിത്യ സംഘങ്ങളുണ്ട്, നാടൻപാട്ട് സംഘങ്ങളുണ്ട്. ഇവരെല്ലാം ഏറെക്കുറെ ഒരു പ്രത്യേക, അതായത് ഹൈന്ദവേതരമായൊരു സാംസ്കാരിക ഒരു മണ്ഡലത്തെ അൺകോൺഷ്യസിനെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു വശത്തെ ദ്രാവിഡമാണ്.
പക്ഷെ ദ്രാവിഡം എന്ന് പറഞ്ഞാൽ പഴയ ദ്രാവിഡവാദം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുറത്തി ഒക്കെ പറയുന്ന കടമ്മനിട്ടയുടെയൊക്കെ ഒരു ദ്രാവിഡവാദം അതെപ്പോഴും ശൈവ ഹൈന്ദവത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അപ്പം അത് പ്രത്യേകിച്ച് നമുക്ക് ശാന്ത എന്ന് പറഞ്ഞ കൃതികളിലൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ നമുക്ക് വായിക്കാം. പക്ഷെ ഒരേ സമയത്ത് അത് ദ്രാവിഡവാദത്തെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ശിവശക്തി മണ്ഡലങ്ങളിലേക്കാണ് അത് വളഞ്ഞു തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു അബ്രാഹ്മണികമായ ജ്ഞാനവ്യവഹാരം, അതായത് ഫുലെയും അംബേദ്കറും ശ്രീനാരായണ ഗുരുവും അടക്കം ഇന്നത്തെ ദലിത് വ്യവഹാരികളടക്കമുള്ളവരും നിർമ്മിച്ച പുതിയൊരു സാംസ്കാരിക അബോധത്തിൻ്റെ ഒരു പ്രതിനിധാനം ഇതിലുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സൂക്ഷ്മമായിട്ട് ഇത് മനുഷ്യനെ ആകർഷിക്കാൻ വലിയ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് സൂക്ഷ്മമായിട്ട് ആകർഷിക്കപ്പെടുന്ന പോലെ തന്നെ ഇത് വളരെ സമകാലീനമാണ്. സമകാലീനമായ കാര്യങ്ങളിലൂടെ അത് രണ്ട് തരത്തിലുള്ള സമകാലീനത ബേഡൻ്റെ കവിതകളിലുണ്ട്. ഒന്ന് യൂത്തിൻ്റെ ഒരു ആത്മീയ ലോകമുണ്ട് അതിനകത്ത്. ഇപ്പം നമ്മൾ പലപ്പോഴും വിചാരിക്കും യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പൊതുധാര വിചാരിക്കുന്നു ഒന്ന് രാഷ്ട്രീയത, രണ്ടാമത്തെ പ്രശ്നം. അങ്ങനെ യൂത്തിനെ ഒരു സാമൂഹ്യ ശക്തിയായിട്ട് അല്ല സാമൂഹ്യമായ വലിയ ഒരു ഇതായിട്ട് കണക്കാക്കുക. കാരണം എപ്പോഴും ക്ലിയർ ചെയ്യപ്പെടേണ്ടവരാണ് യൂത്താണ് എല്ലാം നിർണ്ണയിക്കുന്നതെന്നും പറയാൻ പറ്റില്ല. യൂത്തിൻ്റെ ഒരു വിഷാദവും ഒക്കെയാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ യൂത്തിൻ്റെ ഒരു കാലഘട്ടം 30 വയസ്സ് വരെ അല്ല 30-32 വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെ സങ്കീർണമായ കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ ചിന്തയുള്ള കാലഘട്ടവും ഏറ്റവും കൂടുതൽ വിഹ്വലതകളുള്ളതും ഏറ്റവും കൂടുതൽ വിഷാദവും ഒക്കെ നിറഞ്ഞിട്ടുള്ള വല്ലാത്തൊരു ആത്മീയ ലോകമുണ്ട്. ഇപ്പം ബാലേന്ദ്ര ചുള്ളിക്കണ്ണിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ നോക്കുക. ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയിലൂടെ അർത്ഥവാദം പോലെ പായുന്നു ജീവിതം എന്നൊരു കവിതയുണ്ട്. ആ കവിതയുടെ ഒരു വാക്കാണ് ഇത്. നമുക്ക് കേവലമായൊരു സോഷ്യോളജിക്കലായ ഒരു വാക്കിൽ ഒരു പഠനത്തിലൂടെ മാത്രം പിടിക്കാൻ കഴിയില്ല. അന്നത്തെ കാലത്ത് വായിക്കപ്പെട്ടത് വിപ്ലവത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണെങ്കിൽ അന്നത്തെ വളരെ പുറംപോക്കിലേക്ക് വ്യതിചലിച്ച് നടന്നിരുന്ന മുഖ്യധാരാ സമൂഹത്തിൽ നിന്ന് വ്യതിചലിച്ച് വരുന്ന യൂത്തിൻ്റെ ഒരു ആത്മസംഘർഷം അതിനകത്തുണ്ട്. ഇതുപോലെ തന്നെ വളരെ യൂത്തായിരിക്കുന്ന പുറംപോക്കിൽ വരുന്ന യൂത്തിൻ്റെ ഒരു ആത്മസംഘർഷം ഉള്ളതും കൂടെ കൊണ്ടാണ് ഇത് ഇത്രമാത്രം സമൂഹത്തെ അട്രാക്റ്റ് ചെയ്യാൻ കാരണം. അല്ലാതെ ഇത് പറയുന്ന പോലെ അത് പൊളിറ്റിക്കലായിട്ട് മാത്രമല്ല അട്രാക്റ്റ് ചെയ്യുന്നത്. ആ അട്രാക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഏറ്റവും പുതിയൊരു പാട്ട് വേട്ട എന്ന സിനിമയിലെ പാട്ടുണ്ട്. ആദിവാസികളോട് നടന്നൊരു മർദ്ദനത്തെ വളരെ പെട്ടെന്ന് എഴുതിയതാണ്. പക്ഷെ എനിക്ക് തോന്നുന്ന അതിൻ്റെ ഒരു ബലം, അതിനോട് ഇത്രയും താല്പര്യം നമുക്ക് തോന്നാൻ കാരണങ്ങളിലൊന്നും ആദിവാസി പ്രമേയത്തിൻ്റെ ഒപ്പം തന്നെ ആദിവാസികളുടെ വളരെ മനോഹരമായ വരികൾ അതിൽ ഇഷ്ടം പോലെയുണ്ട്. പൂങ്കാവനത്തിലോ പോര് അത് കണ്ടു നിന്നവരൊക്കെ ആര് എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ മനോഹരമായ അവനയുടെ വളരെ മുകളിൽ കയറിയ ഭാവനകളിലുള്ള എഴുതാണ്. പക്ഷെ അപ്പോൾ തന്നെ ഒരു ആധുനിക സമൂഹത്തിലെ വ്യക്തിയുടെ ഒരു ആത്മവേദനയുടെയും പ്രതീക്ഷകളുടെയും ഒപ്പം തന്നെ അതിനകത്തൊരു ആഴത്തിലുള്ള ഒരു ദുരന്തബോധമുണ്ട്. ആഴത്തിൽ മനുഷ്യനെ എല്ലാവരെയും സ്പർശിച്ചു പോകുന്ന, ഒരുപാട് പേരെ സ്പർശിച്ചു പോകുന്ന, ഒരു ക്ലാസ്സും ഒക്കെ കടന്നു പോകുന്ന ദുരന്ത ബോധത്തിനകത്തുമൂടെ വെച്ചിടുന്ന രീതിയിൽ അതുപോലെ യൂത്തിൻ്റെ ഒരു ആത്മാസ്പർശങ്ങളും കൂടെയൊക്കെ ഉള്ളതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇതിനെ കടന്നു പോകുന്നത്. അല്ലാതെ കവിതയുടെ ഭംഗി എന്താണ്, കവിത എങ്ങനെയാണ് അക്ഷരപ്രാസം ഒപ്പിച്ചു പോയത് കൊണ്ടാണോ അല്ലെങ്കിൽ പഴയ കവിതകളുമായിട്ടോ അല്ലെ പുതിയ കവിതകളുമായിട്ടോ അത് മിങ്കിൾ ചെയ്യുന്നുള്ള തർക്കത്തിനപ്പുറം അത് അതിൻ്റേതായ ഒരു ചരിത്രത്തിൽ കാണുകയും അത് നൈമിഷിക ഒരു പ്രവണതയായി അങ്ങ് പോയിക്കോളുമെന്നുള്ളത് മോശപ്പെട്ട അഭിപ്രായമാണ് കവികൾ പുലർത്തുന്നുണ്ടെങ്കിൽ. കവികൾ അത് വിട്ടുപോകണം. അങ്ങനെയൊന്നുമല്ല, ഓരോ ഇതിനും ഓരോ ചരിത്രമുണ്ട്. ഇപ്പം നാടൻ പാട്ട് പഴയ കാലത്ത് വിശ്വസിച്ചത് അത് ആധുനിക പൂർവമായ ഒരു പ്രതിഭാസമായതുകൊണ്ട് അതൊന്നും ആരും ഉൾക്കൊള്ളില്ല എന്ന് വിചാരിച്ചു. പക്ഷേ പിൽക്കാലത്ത് വന്നപ്പം നാടൻ പാട്ട് തിരിച്ചടിച്ച് അല്ലേ. നമ്മുടെ കാലത്തൊക്കെ നമ്മൾ ആദിവാസി പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാനൊക്കെ വയനാട്ടിൽ ജീവിക്കുകയാണ്. ആദിവാസികൾ പാടുന്ന പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് പുരാവസ്തുക്കൾ പോലെയാണ് അന്നത്തെ ആൾക്കാർ കണ്ടത്. പക്ഷെ ഇന്ന് വളരെയധികം തിരിച്ചടിച്ച് അത് വളരെ ഒരു ആദിവാസി പാട്ടാണ് ഈ ഡിജിറ്റൽ സമൂഹത്തിലേക്കും പൊതുകാലത്തും ഏറ്റവും വഴങ്ങുന്നത്. നാടൻപാട്ടിൻ്റെ ഒരു വഴക്കമുണ്ട്. അതാണ് ഇവർ പലരും ശ്രദ്ധിക്കാത്തത്. ഇപ്പം വലിയ കവിയായിരിക്കാം പലരും, പക്ഷേ അതിൻ്റെ വഴക്കങ്ങൾ വലിയ പ്രശ്നമാണ്. ചുള്ളിക്കാടിൻ്റെ ഒരു കവിതയ്ക്ക് ഒരു പ്രത്യേകത വലിയ വഴക്കമുള്ളതാണ്. അതിൻ്റെ വഴക്കം പലപ്പോഴും വളരെ ഗഗനമായ കവിതകളായിരിക്കാം, ചിലപ്പം KG ശങ്കരപ്പിള്ളയുടെയും ഒക്കെ. പക്ഷെ അതിൻ്റെ വഴക്കം
അല്ല ബാലചന്ദ്രൻ്റെ കവിതയ്ക്കുള്ളത്. അത് പലതരത്തിൽ സംക്രമിച്ചു പോകുന്നതുകൊണ്ടാണ് അതൊരു, നമ്മൾ വിചാരിക്കുന്ന ഒരു യൂത്ത് കാലഘട്ടം കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഡിജിറ്റൽ ലോകത്ത് നോക്കുമ്പോൾ അത് കാണും. അതുപോലെ തന്നെ ചങ്ങമ്പുഴയുടെ കവിതകൾ ഇപ്പോഴും വളരെയധികം നിലനിൽക്കുന്നുണ്ട്. കുമാരനാശാൻ്റെ കവിതകൾ അതിൻ്റെ വഴക്കം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ വേടൻ്റെ കവിതകളുടെ വഴക്കം വളരെ ഇൻ്റർനാഷണൽ ആണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് മലയാളത്തിലേക്ക് അതേ ഭാഷയിലും അതേ രീതിയിൽ തമിഴിലേക്കും ട്രാൻസ്ലേറ്റഡ് ആയാലും ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റും ഇംഗ്ലീഷിലേക്കും അതേ രീതിയിൽ ട്രാൻസ്ലേറ്റഡ് അല്ലെ അതിൻ്റെ ഭാഷാന്തരണങ്ങൾ വന്നാൽ പോലും അത് ലോകത്തെ മുഴുവൻ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു ഉള്ളടക്കം അതിനകത്തുള്ളതാണ് വേടൻ്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകത.